നമുക്ക് വലുതാകുന്നത് ദൈവം കൂടി നമ്മൾ വലുതാക്കണം. ദൈവം വലുതാക്കാതെ നമ്മൾ വലുതായാൽ നമ്മൾ എപ്പോഴും താഴേക്ക് പോകും. അയാൾ തറവാട്, കുടുംബക്ഷേത്രം, നാഗവിഷയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് ഒരാളെ പ്രശ്നങ്ങൾ. അനവധി പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അയാൾക്ക് വ്യാഴം മറിയുന്നത്. അതാണ് ചില ദേവാലയങ്ങളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദാനം ആപത്തുകളെ തടയുന്നത്. അല്ല, തമിഴിൽ പറയുന്നത് ധർമ്മം തലകാക്കുന്നു. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പാപം തീർക്കുക എന്നുള്ള കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി പത്രമാണത്. അത് നക്ഷത്രത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ പ്രത്യേകത. 9ാം ഭാവത്തിലാണ് നമ്മൾ പൂർവ്വജന്മത്തിനെ പറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പം അതിൽ പാപഗ്രഹങ്ങൾ വന്നാൽ നമ്മൾ മുൻജന്മ ശാപം ഉണ്ടെന്ന് പറയണം. ഒരു കഷ്ടതയിലിരിക്കുന്ന ഒരു വ്യക്തി ഒരു ജ്യോതിഷനെ സമീപിച്ച് ഈ 9ാം ഭാവം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാനുള്ള കർമ്മങ്ങൾ അല്ലെ പരിഹാരങ്ങൾ ഇതൊക്കെ ഒരു ജ്യോതിഷന് നിർദ്ദേശിക്കാൻ സാധിക്കില്ലേ? അങ്ങനെയല്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇവർ അനുഭവിക്കുന്ന അവസ്ഥ ദുരവസ്ഥ എന്ന് പറയാം. ഈ ദുരവസ്ഥ എവിടുന്ന് വന്നു, എന്താണ്? ഇപ്പം എല്ലാ പ്രശ്നങ്ങളൊന്നും ഒരു ജ്യോത്സ്യന് റെഡിയാക്കി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഏറെക്കുറെ ആശ്വാസങ്ങളും അതിൻ്റെ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്കൊരു സമാധാനം കൊടുക്കാനും ഒരു നേർരേഖയിൽ കൊണ്ടുവരാനും കഴിയും. അത് ഈ വന്ന ആൾ കൂടി വിചാരിക്കണം. ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ കൂടി വിചാരിക്കണം, എനിക്ക് രക്ഷപ്പെടണം. അല്ലാതെ നമ്മൾ വന്ന് പെട്ടെന്നുള്ളൊരിതിൽ അങ്ങനെ ചെയ്തോളന്നില്ല. പിന്നെ ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു മനസ്സ് ജ്യോത്സ്യന് വേണം. അവനെ രക്ഷപ്പെടുത്തണം, അയാളെ രക്ഷപ്പെടുത്തണമെന്ന് ജ്യോത്സ്യന് തോന്നിയെങ്കിൽ മാത്രമേ അയാൾ രക്ഷപ്പെടുള്ളൂ. അയാൾ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമില്ലല്ലോ. അതാണ്. അല്ലാതെ ഞാൻ ചോദിച്ചത് ഈ 9ാം ഭാവം നോക്കി കഴിയുമ്പോൾ എന്തായാലും ഒരു വിദഗ്ധനായ ഒരു ജ്യോതിഷിക്ക് അത് മനസ്സിലാവും. അതെ. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളെങ്കിലും അവർക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. ഈ ജാതകത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജാതകം മാത്രമല്ല ഇതിന്റെ പ്രധാനം. നമ്മളൊരാളെ പ്രശ്നത്തിൽ കുടുംബ പ്രശ്നം അല്ലെ അയാളെ പ്രശ്നം എടുക്കുമ്പോൾ അതിനകത്ത് തന്നെ ഉണ്ടാവും കുറേ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടാവും. അയാൾ തറവാട്, കുടുംബക്ഷേത്രം, നാഗവിഷയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നാണ് ഒരാളെ പ്രശ്നങ്ങൾ. അനവധി പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അയാൾക്ക് വ്യാഴം മറിയുന്നത്. അപ്പൊ അത് ചിന്തിക്കണം. ഞാൻ സൂചിപ്പിച്ചത് ഈ കർമ്മദോഷത്തിന്റെ അതിൽ കർമ്മദോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ മേഡത്തിന് കഴിഞ്ഞ ജന്മത്തിൽ ദ്രോഹിച്ചതും ഈ ജന്മത്തിൽ ദ്രോഹിക്കുന്നതും അതൊക്കെ അടുത്ത ഡിപ്പോസിറ്റ് കേട്ടോ. ഇനി ജന്മം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാണ് സംഭവം. പിന്നെ നമ്മളെ പരമ്പര അനുഭവിക്കുന്നു പറയുന്നു. അപ്പം ഞാൻ നല്ലത് ചെയ്താൽ എൻ്റെ മക്കൾക്ക് നല്ലത് വരും, ഞാൻ മോശം ചെയ്താൽ എൻ്റെ മക്കൾ അനുഭവിക്കും. അതിന് സംശയം വേണ്ട. അതാണ് കർമ്മ അറിയുന്നത്. അത് നമുക്കില്ലെങ്കിലും മക്കൾക്ക് കിട്ടും. അതാണ് സംഭവം. അത് പ്രധാനം തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ദോഷങ്ങൾ വരുമ്പോൾ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു കർമ്മദോഷം, അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിൽ നിന്ന് വന്ന കർമ്മദോഷം, അത് മാറ്റാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ശക്തി കുറയ്ക്കാനായിട്ട് ഇപ്പം സാർ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ദാനകർമ്മം, ഉപാസന, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. ഉപാസനയെക്കാട് ഏറ്റവും നല്ലത് ദാനധർമ്മമാണ്. ദാനകർമ്മം അതായത് നമ്മളിപ്പോൾ ഒരു പെൺകുട്ടീന് വിവാഹം വലിയൊരു കാര്യമാണത്. അതിന് നമ്മളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് വളരെ എഫക്റ്റാണ്. ഒരാൾക്ക് അന്നദാനം, ഭക്ഷണം, അതുപോലെ ഒരു കുടുംബത്തിന് നമ്മളൊരു വീട് ഇല്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും അങ്ങനെ സഹായങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് ബ്ലെസ്സിങ്ങിന് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വലിയ ദുരിതം തീരും. അതാണ് ഏറ്റവും നല്ല പോയിന്റ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പ്രാർത്ഥന വരണം. അതാണ് ചില ദേവാലയങ്ങളുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദാനം ആപത്തുകളെ തടയുന്നത്. അല്ല, തമിഴിൽ പറയുന്നത് ധർമ്മം തലകാക്കുന്ന. തമിഴിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, ധർമ്മം തലകാക്കുന്ന പറഞ്ഞാൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പറയും. ശരിക്കും ഇതിലൊക്കെ വലിയ സത്യങ്ങൾ. അതെ. പക്ഷെ ആരും ഇപ്പം അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇപ്പം എനിക്കൊരു 1000 കിട്ടിയാൽ അത് ആരോടും പറയാതെ വെക്കാന്നല്ലാണ്ട് കൊടുക്കുകയെ എന്നുള്ളൊരു വിഷയമാണ്. അതെ. അതുപോലെ തന്നെ നമുക്ക് ഈ ദാനകർമ്മം പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കർമ്മം എന്താണത്? ദാനധർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ പാപം തീർക്കുക എന്നുള്ളതാണ്. നമ്മളെ ദുരിതം, ആ ദുരിതം തീർക്കാനാണ് നമ്മൾ ഈ പറഞ്ഞ മഹാക്ഷേത്രങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രം, മൂകാംബിക, ഇവിടെ നമ്മൾ പ്രാർത്ഥനാ സഹിതം പോയിട്ട് ജപം ചെയ്ത് അവിടെ നമ്മൾ വലം ചുറ്റി നമ്മളത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ പാപങ്ങൾ അവിടെ ഹനിക്കും. ഇതിനാണ് മേഡം പറഞ്ഞത് ഗുരുവായൂരും വലിയ വലിയ ക്ഷേത്രങ്ങളുള്ളത് നമ്മൾ ദുരിതം തീരാനാണ്. പിന്നെ മറ്റുള്ള ദുരിതം തീരാൻ നമ്മൾക്ക് ഇപ്പോൾ ബ്രാഹ്മണ ശാപമാണെങ്കിൽ ബ്രാഹ്മണർക്ക് തന്നെ ആ ശാപം തീർക്കണം, അങ്ങനെ കൊടുക്കും. അതുപോലെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നോമ്പുകൾ നോക്കുക, അതായത് ഒരു നേരം ഭക്ഷണം കഴിക്കുക,
വെറും നിലത്ത് കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ചെയ്താലും കുറച്ച് മാറ്റം ഒരു പരിധി. അത് ഈ കർമ്മഫലത്തിന് മാത്രമല്ല, ഈ പറഞ്ഞ ഓരോ ശനിദോഷം മറ്റുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്, അതിന് അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷെ അത് ചെയ്യാനുള്ളൊരു മനസ്ഥിതിയാണ് പ്രധാനം. എല്ലാവർക്കും ആ മനസ്ഥിതി ഉണ്ടായിക്കോളുന്നില്ല. അവിടെയാണ് അതിന് പ്രശ്നം. പലർക്കും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പരിഹാസം വരും. നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന അറിയുമ്പോൾ എനിക്കതിന് കഴിയില്ല എന്ന് പറയും. ഇനി പറയാലോ, അംബാനി വരെ ചെയ്യുന്ന കാര്യങ്ങൾ. അതെ, അത് അവർ വലിയ വലിയ ആൾക്കാർ എന്താ ചെയ്യുക, അവർക്ക് ശ്രദ്ധ കൂടും. കാരണം ഈ ഉയരത്തിലുള്ളവനെ വീഴ്ചനെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലേ? താഴ്ചയുള്ളവൻ എന്ത് വീഴ്ച, എന്നും താഴ്ന്നു കിടക്കുന്ന ഒരു വിഷയമില്ല. മുകളിലുള്ളവനാണ് ശരിക്കും ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും വീഴും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഉയർച്ചത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർ കഠിന പ്രയത്നം ചെയ്യും. അതാണ്. അതുകൊണ്ടാണ് ഈ പണക്കാരാൾക്കാർ അവരെ വീട്ടിൽ ഇഷ്ടംമാതിരി പൂജകൾ ചെയ്യുന്നത്. പലതരത്തിലുള്ള പൂജ അവർ ചെയ്യാൻ കാരണം അതാ. അപ്പം എത്രയൊക്കെ വലിയ ദോഷങ്ങളാണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് പരിഹാരങ്ങൾ, ചെറിയ ചെറിയ പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു എനർജി ലെവൽ കൂട്ടുക എന്നുള്ളതാണ് പ്രധാനം വേണ്ടത്. ആദ്യം എന്താ വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി? അതെ. ഇപ്പോൾ എൻ്റെ അടുക്കൽ ഈ ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ കഷ്ടകാലമാണ്, മറ്റൊരാൾ ചെയ്തതാണ്, എൻ്റെ വീട് വിറ്റുപോയി. പക്ഷേ സത്യത്തിൽ ഞാൻ അത് അന്വേഷിച്ചപ്പം അത് ഒരു അന്ധവിശ്വാസമായിരുന്നു. അയാൾ വീട് വിൽക്കാൻ കാരണം എന്താ വെച്ചാൽ അയാൾക്ക് പറ്റാത്ത രീതിയിൽ വരുമാനത്തിൽ കൂടുതൽ വലിയൊരു വീടുണ്ടാക്കി. അപ്പം അതിന് അടുത്തുള്ള ശത്രുവിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറഞ്ഞ കാര്യമില്ല. നമുക്ക് വരുമാനത്തിനനുസരിച്ച് നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഇഷ്ടംമാതിരി ലോൺ കിട്ടി വെച്ചിട്ട് ലോണ് മേടിച്ച് വീടുണ്ടാക്കിയാൽ നമുക്ക് വിറ്റുപോകും. ഞാൻ പറഞ്ഞ മനസ്സിലായി? അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, ഇപ്പോൾ മേഡം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കേരളത്തിൽ ഏറ്റവും വലിയൊരു ഫാൾട്ട് എന്താ പറയുക, അടുത്ത വീട്ടുകാർ നോക്കിയിട്ട് നമ്മൾ വീടുണ്ടാക്കുന്നു. തീർച്ചയായിട്ടും അല്ലേ? 2 നില അവരുണ്ടാക്കി, നമ്മൾ 2 നില. അതാണ് ഏറ്റവും വലിയ ഫാൾട്ട്. നേരെ വെച്ച് നമ്മൾ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ ഈ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഒന്ന് പോയി നോക്കൂ. അവിടെ ചെറിയൊരു ഇത്, അവർക്ക് രാത്രി വന്ന് കിടക്കാനൊരു സ്ഥലം അത്രയേ ഉള്ളൂ. അവർ വേറെ ആളോട് വാശിയില്ല, വൈരാഗ്യമില്ല, ഒന്നുമില്ല. അവരുള്ള വരുമാനമായി സുഖമായി ജീവിക്കുന്നു. അതാണ് വിഷയം. ഈ കേരളത്തിൽ തന്നെയാണ് ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് സമൂഹത്തിൽ നിലയും വിലയും കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലുതാകുകയാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ വലുതാകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് വലുതാകുന്നത് ദൈവം കൂടി നമ്മൾ വലുതാക്കണം. ദൈവം വലുതാക്കാതെ നമ്മൾ വലുതായാൽ നമ്മൾ എപ്പോഴും താഴേക്ക് പോകും. അതാണ് സത്യം. അതാണ് എല്ലാവർക്കും ഇതുപോലെ ചെറിയ ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്ത് അവരുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കാൻ. അങ്ങനെയാണ് ഏറ്റവും വേണ്ടത് സംഭവം. നമ്മളെ അറിയാം, നമ്മളെ വിഷമങ്ങൾ അറിയാം, നമ്മളനുസരിച്ച് മുന്നോട്ട് പോയാൽ. അതെ, പല ആചാര്യന്മാർ പോലും പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ അറിയുക. അതാണ്. നമുക്ക് നമ്മളെ അറിയാതെ ഒരിക്കലും മറ്റുള്ളവർ ജീവിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മളെ കപ്പാസിറ്റി, നമ്മളെ കാര്യങ്ങൾ അറിയാം, നമ്മളെ ദോഷങ്ങൾ അറിയാം, നമ്മൾ എന്താണ് നമുക്ക് വന്ന നെഗറ്റീവ് എന്ന് ആദ്യം അറിയണം. നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. അപ്പോഴാണ് ഒരാൾ നന്നാവുന്നത്. അതിനാണ് നമുക്ക് ഓരോ വർഷം 2025, 2024 പുതുവർഷം എന്ന് പറയണ്ടല്ലോ. ഈ പുതുവർഷത്തിൽ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കാനല്ല ശരിക്കും വേണ്ട, നമ്മൾ ചിന്തിക്കണം. ഡിസംബർ തൊട്ട് ചിന്തിക്കണം, എന്താണ് എൻ്റെ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്ത തെറ്റുകൾ എഴുതി വെക്കുക, ഞാൻ ചെയ്ത ശരികൾ. എന്നിട്ട് തെറ്റാണോ ശരിയാണോ കൂടുതൽ നോക്കുക. ഞാനിത് വലിയ ഇതായിട്ട് പറയല്ല, ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, തിരുത്തപ്പെടുന്നതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകും, വളരെയേറെ ഐശ്വര്യം വരും. അതാ. മറ്റു തെറ്റുകൾ ഇങ്ങനെ കൂടി 2030 ആകുമ്പോഴേക്ക് പൂർണ്ണമാവും തെറ്റ്. അതെ, എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.